ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സ്റ്റുഡിയോയിലാണ് വന്നിരിക്കുന്നത്. ആലപ്പുഴ പിക്ചർ ജംഗ്ഷനിലുള്ള സ്റ്റുഡിയോയിലാണ് ഞാനും അമ്മയും എൻ്റെ മോളും കൂടെ ഇന്ന് വന്നിരിക്കുന്നത്. ഇവിടെ പുതിയതായിട്ട് എന്തൊക്കെ കളക്ഷൻസ് വന്നിട്ടുണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ കാണുന്നത് 499 ക്രോപ്പ് ടോപ്പും 799 പല്ലാസോ സെറ്റാണ്. നല്ല ബ്രൈറ്റ് യെല്ലോ കളറിൽ ഡിസ്പ്ലേ കിടക്കുമ്പോൾ തന്നെ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ 899 ഷോർട്ട് ഫ്രോക്സ് ഒക്കെ കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറി ഓരോ കളക്ഷൻസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 799 പല്ലാസോ പാൻസ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ വൈറ്റ് കുർത്തി എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ട്. വൈറ്റും ഉണ്ട്, ലൈറ്റ് ബ്ലൂ ഉണ്ട്. ഓഫീസ് വെയറിനൊക്കെ പക്ക അടിപൊളിയായിരിക്കും. കാഷ്വൽ വെയറിന് നല്ലതാണ്. പിന്നെ അങ്ങനെ ലേഡീസിന്റെ സെക്ഷനാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ലേഡീസിന്റെ സെക്ഷനിൽ അത്യാവശ്യം ഷോർട്ട് ടോപ്സും ഷർട്ട്സിന്റെ ഒക്കെ നല്ല കളക്ഷൻസ് ഉണ്ട്. കൂടുതലും കോട്ട് സെറ്റ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കളക്ഷൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോളേജിൽ പോകുന്ന കുട്ടികൾക്കാണെങ്കിലും നല്ല അഫോർഡബിൾ ആയിട്ടും നല്ല ക്വാളിറ്റിയിൽ തന്നെ എല്ലാ ദിവസവും മാറി മാറി ഇടാൻ പറ്റുന്ന നല്ല കളക്ഷൻസ് ആണ് നമുക്കിപ്പം കാണാൻ പറ്റുന്നത്. നമ്മളൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്തും സ്റ്റുഡിയോ ഉണ്ടായിരുന്ന നല്ലായിരുന്നു അല്ലേ? ഇതുപോലെ നല്ല ട്രെൻഡി ആയിട്ട് കോളേജിൽ പോകാമായിരുന്നു. ഈ കാണുന്ന മഞ്ഞ ക്രോപ്പ് ടോപ്പിന് 399 ആണെന്ന് തോന്നുന്നു. പിന്നെ ഈ കാണുന്ന ഫ്രോക്ക് നമുക്ക് ജാക്കറ്റോ ഷർട്ടോ വെച്ച് പെയർ ചെയ്തെടുത്താൽ ഈ മൺസൂണിൽ സുഖമായിട്ട് ഇടാൻ പറ്റും. പിന്നെ നല്ല വീട്ടിലോ പുറത്തൊക്കെ ഇടാൻ പറ്റുന്ന നല്ല ഷോർട്സ് ഉണ്ട്. പിന്നെ നല്ല ഷോർട്ട് നല്ല അടിപൊളി വൈറ്റും ബ്ലൂ കോമ്പിനേഷനിൽ വരുന്നുണ്ട്. പിന്നെന്താണ്, നമ്മൾ ക്രോപ്പ് ടീഷർട്സ് ഉണ്ട്, ക്രോപ്പ് ഷർട്ട്സ് ഉണ്ട്. കൂടുതലും ട്രെൻഡി ആയിട്ടുള്ള ടീൻസിന് പറ്റിയ കളക്ഷൻ. ടീൻസ് മാത്രമല്ല, എല്ലാവർക്കും ഇടാം. എല്ലാവർക്കും പറ്റിയ കളക്ഷൻസ് ആണ് ഉള്ളത്. ട്രെൻഡി ആണ്. പിന്നെ സുഡിയോയുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അത്യാവശ്യം എല്ലാ സൈസസിലും ഒരേ മോഡലിലുള്ള എല്ലാ സൈസസും അത്യാവശ്യം അവൈലബിൾ ആണ്. പക്ഷെ ചില സമയത്തൊന്നും പോയാൽ കിട്ടത്തില്ല കേട്ടോ. പക്ഷെ മിക്കവാറും കിട്ടാറുണ്ട്. ഈ നേവി ബ്ലൂ പല്ലാസോ പിടിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റാരുമല്ല, എന്റെ മാതാശ്രീയാണ്. ഈ പല്ലാസോയുടെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന, നേരത്തെ നമ്മൾ കാണിച്ച ഈ കുർത്തീസിന്റെ കൂടെയൊക്കെ സിമ്പിൾ ആയിട്ട് പെയർ ചെയ്യാം. 599 റേഞ്ചിലാണ് ഈ കുർത്തിയൊക്കെ വരുന്നത്. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആണ്. മിക്ക ടോപ്സും ഒരു 599 റേഞ്ചിലൊക്കെ തന്നെയാണ് വരുന്നത്. ചിലതൊക്കെ 399 ഉണ്ട്. അത് നമ്മൾ നോക്കി എടുക്കേണ്ടതാണ്. ഇവിടെ കുറച്ച് ടോപ്സ് ഒക്കെ 599 ആണ്, ചിലത് 399 ആണ്. ഓരോന്നും വ്യത്യാസമുണ്ട്. പിന്നെ കുറെ സ്ലീവ്ലെസ് ഫ്രോക്സും ഒക്കെ ഉണ്ട്. പിന്നെ ഇഷ്ടംപോലെ ടീഷർട്ട്സ് ഉണ്ട്. ക്രോപ്പ് ലെങ്ത്തിലാണ് വരുന്നത്. പിന്നെ കുറെ ഫ്രോക്സ് ഉണ്ട് കേട്ടോ. ബീച്ച് വെയർ ആയിട്ടും സമ്മർ വെയർ ആയിട്ടും കോളേജ് വെയർ ആയിട്ടും ഓഫീസിലും ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാണുന്ന ഐറ്റം ഉണ്ടല്ലോ, ഈ ക്രോപ്പ് ടോപ്പും സ്കേർട്ടും അമ്മ ട്രയൽ ചെയ്ത് നോക്കിയായിരുന്നു. നല്ല ഭംഗിയാണ്. അത് മുന്നേ നമുക്ക് കാണാം വീഡിയോ. ഇതെന്റെ മോളാണ് ടെസ. അവൾക്ക് ഈ ഉടുപ്പെല്ലാം കണ്ടിട്ട് നല്ല ഇഷ്ടമായി. അവൾ പറയുന്നത് ഇച്ചിരി ഷേപ്പ് ചെയ്ത് അവൾക്കും കൂടെ മേടിക്കാൻ ഇടാന്ന്. ഇവളിപ്പോ ഇട്ടിരിക്കുന്നത് സ്റ്റുഡിയോയിലെ ടീഷർട്ടും എന്താണ് ഷോർട്സും ആണ്. അതെ അതെ, ഞാനിടുന്ന എല്ലാ ഉടുപ്പും സ്റ്റുഡിയോയിൽ മേടിക്കുന്നതാണ്. നിങ്ങളൊന്ന് പോയി മേടിച്ചു നോക്കാം, നല്ല രസമാണ് ഇടാൻ. അപ്പം ഇവള് മിക്കവാറും സ്റ്റുഡിയോയുടെ ബാൻഡ് അംബാസിഡർ ആക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. കാരണം ഇവള് ഇടുന്ന എല്ലാ ഡ്രസ്സും സ്റ്റുഡിയോയുടെയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. കാരണം കുട്ടികൾ പെട്ടെന്ന് പെട്ടെന്ന് വലുതാവുന്നത് നമുക്ക് ഒരുപാട് പൈസ കൊടുത്ത് ഡ്രസ്സ് മേടിക്കുന്നതിലും ഇങ്ങനെ അഫോർഡബിൾ ആയിട്ട് മേടിക്കുമ്പോൾ നമുക്ക് ഒരുപാട് എന്താ പറയാ, നമ്മൾ അത്രയ്ക്ക് യൂസ് ചെയ്യില്ലല്ലോ. കുറച്ച് നാളുമ്പോൾ പെട്ടെന്ന് തന്നെ അടുത്ത് നമുക്ക് മേടിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ നല്ല ലാഭമാണ് സ്റ്റുഡിയോയിൽ നിന്ന് ഡ്രസ്സ് എടുക്കുമ്പോൾ. 599 ക്രോപ്പ് ടോപ്പും 899 ജീൻസും ഒക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്.
299 കുർത്തീസ് കുറെ ഉണ്ട് കേട്ടോ. നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഒക്കെ ഇടാൻ പറ്റുന്ന. ഞാൻ 299 കുർത്തി ഇതുവരെ എടുത്തിട്ടില്ല. ദേ അമ്മ ഇപ്പൊ കാണിക്കുന്നത് 299 കുർത്തിയാണ്. പക്ഷെ കണ്ടിട്ട് നല്ലതാന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. ഒരെണ്ണം എടുത്തിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ട് ഞാൻ അഭിപ്രായം അടുത്ത വീഡിയോ പറയുന്നതായിരിക്കും. ഇപ്പം നമ്മൾ കാണുന്നത് കോഡ് സെറ്റ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻ ആണ്. പക്ഷേ ടോപ്പിന് 399 പാൻറ്റിന് 399 അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് റേറ്റ് വരുന്നത്. അങ്ങനത്തെ ഒരു 3-4 ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലും ഡിഫറെൻറ്റ് പാറ്റേൺസിലും ഇവിടെ കോഡ് സെറ്റ്സ് അവൈലബിൾ ആണ്. ഇനി നമ്മൾ നേരെ ചെരുപ്പിന്റെയും ഷൂസിന്റെയും സെക്ഷനിലേക്കാണ് പോകുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാലോ, 899 വരുന്ന ഷൂസ് ആണ്. നോർമൽ എപ്പോഴും ഉള്ള പോലത്തെ കളക്ഷൻ ഒക്കെ തന്നെയാണ്. പിന്നെ കുറെ സാൻഡൽസ് ഉണ്ട്, അതെല്ലാം 499 റേഞ്ചിലാണ്. സ്ലൈഡർ എന്ന് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. 299 റേഞ്ചിലും കുറെ ചെരുപ്പുകളുണ്ട്. ഞാൻ ഇവിടെ നിന്ന് പണ്ട് സ്റ്റുഡിയോയിൽ നിന്ന് 199 ഒരു ചെരുപ്പ് മേടിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഇടുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. മഴയത്തും ഒക്കെ ഇട്ട് നടക്കാറുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. പിന്നെ നല്ല 399 റേഞ്ചിൽ വരുന്ന ബ്രാസ് ഉണ്ട്. പാൻറ്റീസ് ഒക്കെ 249 റേഞ്ചിൽ ഒരു 3 സെറ്റ് ആണ്. പിന്നെ 499 റേഞ്ചിൽ കുറച്ചും കൂടെ കൂടിയ ടൈപ്പ് ബ്രാസ് ഒക്കെ ഉണ്ട്. പിന്നെ 399 റേഞ്ചിൽ വരുന്ന ചെരുപ്പൊക്കെയാണിത്. ഷൂസും ഉണ്ട് കേട്ടോ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഈ ചെരുപ്പൊക്കെ ക്രോക്സ് മോഡലാണ്. ഇതൊക്കെ നമുക്ക് മഴയത്തും ഒക്കെ ഇടാം, പ്രശ്നമൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നെ ആ കാണുന്നതൊക്കെ 399 റേഞ്ചിലുള്ളതാണ്. അങ്ങനെ 399 499 അത്യാവശ്യം അഫോർഡബിൾ ആണ്. പിന്നെ 499 റേഞ്ചിൽ ബാഗ്സ് ഇവിടെ കാണാം. പിന്നെ സൺഗ്ലാസസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. 199 റേഞ്ചിൽ നല്ല സൺഗ്ലാസസ് ഉണ്ട്. സ്റ്റുഡിയോയിൽ ഇവിടെ എൻ്റെ ഫേവറേറ്റ് സെക്ഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ജ്വല്ലറി സെക്ഷൻ. ഇവിടുത്തെ ഇയറിങ്സ് ഒക്കെ നല്ല രസമാണ്, അഫോർഡബിൾ ആണ്, അത്യാവശ്യം കളറൊന്നും പോവില്ല. ഇട്ടാലും എല്ലാവരും ചോദിക്കും എവിടെ നിന്നാണ് മേടിച്ചതെന്ന്, കാരണം ഭയങ്കര ഭംഗിയാണ്. ഇതൊക്കെ കീ ചെയിൻസ് ആണ്. എനിക്ക് തോന്നുന്നു 49 സംതിങ് ആണ്. 299 ആണ് വാച്ചിന്റെ ഒക്കെ റേറ്റ് വരുന്നത്. പിന്നെ ഇയറിങ്സ് 49 ഉണ്ട്, 199 ഉണ്ട്, 99 ഉണ്ട്. അതിൽ ഇപ്പൊ ഈ കാണുന്നത് ഞാൻ മേടിച്ച ഇയറിംഗ് ആണ്. നേരത്തെ ഞാൻ മേടിച്ചിട്ടുണ്ട്, അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇപ്പതേ അമ്മ വന്നപ്പോൾ അമ്മയും മേടിച്ചു. പിന്നെ നല്ല രസമുള്ള ക്യൂട്ട് കുട്ടികൾക്കും വലിയവർക്കും ടീനേജേഴ്സിനും എല്ലാവർക്കും ഇടാൻ പറ്റുന്ന നല്ല കുറെ മാലകളുടെ കളക്ഷൻ ഉണ്ട് കേട്ടോ. മോതിരം, കാലെ ടോയിലിടാൻ പറ്റുന്നത്, ബ്രേസ്ലെറ്റ്, അങ്ങനെ അത്യാവശ്യം കുറെയൊക്കെ ഉണ്ട്. പിന്നെ അറിയാലോ, നമുക്ക് പെൺകുട്ടികൾക്ക് ഇങ്ങനത്തെ സെക്ഷനിലൊക്കെ വന്ന് സത്യം പറഞ്ഞാൽ സമയം പോകുന്നതേ അറിയത്തില്ല. ഇത് ഞാനിപ്പം ഷോപ്പിങ്ങിന് അമ്മയും മോളുമായിട്ട് വന്നതുകൊണ്ട് എത്ര നേരം വേണമെങ്കിലും ഷോപ്പ് ചെയ്യാൻ ഒരു പ്രശ്നമില്ല. കാരണം ഞങ്ങൾ 3 പേരും പെൺകുട്ടികളാണല്ലോ. എത്ര സമയം ഇതൊക്കെ നോക്കിയാലും നമുക്ക് മതിയാവില്ല. അത് സത്യം പറഞ്ഞാൽ നമുക്കേ അത് മനസ്സിലാവും. അപ്പൊ അങ്ങനെ അമ്മ കമ്മലെടുത്തപ്പം എനിക്കും വേണമെന്ന് പറഞ്ഞ് ഞാനും എടുത്തു. അങ്ങനെ അമ്മ ഒരു 49 ഒരു കമ്മലെടുത്തു, 99 എടുത്തു. ഞാനും അതേപോലെ സെയിം അതേ റേറ്റിൽ വേറെ ടൈപ്പിലെ കമ്മലെടുത്തു. അത് ഇപ്പൊ കാണാൻ പറ്റും, ഒരു ഹാർട്ട് ഷേപ്പിലൊരു കമ്മലും പിന്നെ ഒരു റിംഗ് ടൈപ്പിൽ ഇത്തിരി വലിയൊരു കമ്മലുമാണ് ഞാൻ എടുത്തത്. പിന്നെ അപ്പത്തേക്ക് മോള് വന്നു, എനിക്കൊന്നും ഇല്ലേന്ന് പറഞ്ഞിട്ട് അവക്ക് പിന്നെ നമ്മൾ ബ്രേസ്ലെറ്റ് മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബ്രേസ്ലെറ്റ് എടുത്തു കൊടുത്തു.
അതാ എൻ്റെ ഫേവറേറ്റ് സെക്ഷനാണ് ഇപ്പോൾ കാണുന്നത്, കമ്മൽ. എനിക്കറിയില്ല എത്ര കമ്മലുണ്ടെന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ മേടിക്കുന്ന സാധനം കമ്മലാണ്. ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട്, എന്നാലും കാണുമ്പം ഭയങ്കര കൊതിയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ്. എന്നാൽ വേറെ ജ്വല്ലറിയോടും അങ്ങനെ താല്പര്യമില്ല. ഞാൻ വളയും ബ്രേസ്ലെറ്റും മാലയും അങ്ങനെയൊന്നും എനിക്കങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. കമ്മൽ അതൊരു വീക്ക്നെസ്, അതൊരു വികാരമാണെന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ 149 റേഞ്ചിൽ വരുന്ന കമ്മലാണ്. അത്യാവശ്യം ഒരു 3-4 സെറ്റൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ നല്ലോണം ഇടാം. ഈ താഴെ കാണുന്നതൊക്കെ ബ്രേസ്ലെറ്റിൻ്റെ കളക്ഷൻ. അതിൻ്റെ ഒരു ബ്രേസ്ലെറ്റ് മോൾക്ക് മേടിച്ചായിരുന്നു, ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്, നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. കമ്മലുമൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്, സെക്കൻഡ് സ്റ്റെഡായിട്ടുള്ള കമ്മൽ മേടിച്ചിട്ടുണ്ട്, നല്ലതാണ്. പിന്നെ ഇതിനകത്ത് എനിക്ക് തോന്നിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ആണിയൊക്കെ ചിലപ്പോൾ ലൂസായിരിക്കും. പിന്നെ വേറെ ആണി വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ, നമുക്ക് അവിടെ വെച്ച് നോക്കിയെടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അത് ഒരു ഫോൾട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ലാതെ ക്വാളിറ്റി വൈസ് ഒക്കെ ആണെങ്കിലും അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കിഡ്സ് കളക്ഷനിൽ വന്നിട്ടുണ്ട്. ഈ 179 വരുന്ന ടീഷർട്സ് ആണ് ടെസൂന് നമ്മൾ ഏറ്റവും കൂടുതൽ മേടിച്ചിട്ടുള്ളത് കേട്ടോ. കുറേ ഇതിൻ്റെ മിക്ക കളക്ഷനുണ്ട്. പക്ഷേ ഇപ്രാവശ്യം വന്നിട്ട് സുഡിയോയിൽ അത്രയ്ക്ക് ഗേൾസിൻ്റെ, അതായത് കിഡ്സിൻ്റെ സെക്ഷനിൽ വലിയ കളക്ഷൻ തോന്നിയില്ല കേട്ടോ. അങ്ങനെ വലിയ ഫ്രോക്സോ കാര്യങ്ങളോ കണ്ടില്ല. കുറച്ചും കൂടി ചെറിയ കുട്ടികൾക്ക് പറ്റിയ കളക്ഷൻസ് ഒക്കെ ഉള്ളത്, എന്നാലും ഭയങ്കര കുറവായിട്ട് തോന്നി. ചില സമയത്തൊക്കെ വരുമ്പോൾ നിറയെ കളക്ഷൻസ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ 149 റേറ്റിൽ വരുന്ന ആങ്കിൾ സോക്സ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3 സോക്സ് ആണ് ഉള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ ഇന്നർ വെസ്റ്റ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ നല്ലതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതൊന്നും അങ്ങനെ മേടിച്ച് ഉപയോഗിച്ചിട്ടില്ല, നല്ലതായിരിക്കാനാണ് ചാൻസ്. പിന്നെ 299 വരുന്ന ചെരുപ്പുകൾ വരുന്നുണ്ട്. പിന്നെ ബ്രീഡ്സ് വരുന്നുണ്ട് 399 599 ഷൂ വരുന്നുണ്ട്. ഇവിടുത്തെ ഷൂ വലിയ കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഒരു ഷൂ ഇന്നാളും ഒരു പ്രാവശ്യം മേടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചെയിൻ സെക്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഈ 399 ടീഷർട്ടില്ലേ, ഇത് നല്ല കേട്ടോ. അത്യാവശ്യം ഡെയിലി യൂസിന് നല്ലതാണ്. എൻ്റെ ഹസ്ബൻഡിന് ഇതിൻ്റെ മിക്ക കളേഴ്സും ഉണ്ട്. പിന്നെ ഈ 599 ഷർട്ട്സ് ഒക്കെ അത്യാവശ്യം ഇത് നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇച്ചിരി സൈസ് വലുതായിട്ട് തോന്നിയോണ്ട് ഞങ്ങൾ ഇതിനെ എടുത്തില്ല. അനിയനെ എടുക്കാന്ന് പറഞ്ഞിട്ടായിരുന്നേ. അപ്പം സ്മോള് തന്നെ അത്യാവശ്യം എനിക്ക് തോന്നുന്നു മറ്റേ ലൂസായിട്ട് കിടക്കുന്ന ഓവർ സൈസ് ഫിറ്റാന്ന് തോന്നുന്നു. അതാ അത്ര ലൂസായിട്ട് കിടക്കുന്നത്. ഇത് എനിക്കൊന്ന് കോഡ് സെറ്റ് പോലെ ഇടാൻ പറ്റുന്ന ഷർട്ടും ഷോർട്സും ആണ്. പിന്നെ 299 റേഞ്ചിൽ തന്നെ ഇന്നറും ഷർട്ടുമായിട്ട് സ്റ്റൈൽ ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അത് സെപ്പറേറ്റ് റേറ്റാണ് വരുന്നത്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഇതൊക്കെ 199 റേഞ്ചിൽ വരുന്ന വീട്ടിലിടാൻ പറ്റുന്ന നല്ല ഒരുപാട് കളർ ചാർട്ടുള്ള ടീഷർട്സ് ആണ്. നമ്മൾ ബ്രദറിന് വേണ്ടി 2 ടീഷർട്ട് ഇതിന് മേടിച്ചായിരുന്നു. അത്യാവശ്യം നല്ല കംഫി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ടീഷർട്സ് തന്നെയാണ്. ഇനി നമുക്ക് കുറച്ച് ഡ്രസ്സസ് ട്രയൽ ചെയ്യുന്ന കണ്ടാലോ. അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ച മഞ്ഞയും ആ സ്കേർട്ടുമായിട്ടാണ് ട്രയൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ ചുമ്മാ ഒരു വൈറ്റ് ഫ്രോക്ക് കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ അങ്ങ് ട്രയൽ ചെയ്ത് നോക്കിയതാണ്. എങ്ങനെയുണ്ട്? പിന്നെ നമ്മൾ ആദ്യം കാണിച്ച ക്രോപ്പ് ടോപ്പും പിന്നെ ആ സ്കേർട്ട് ഞാൻ പറഞ്ഞില്ലേ അമ്മ ട്രയൽ ചെയ്ത് നോക്കുന്നുണ്ടെന്ന്, ആ സ്കേർട്ടുമായിട്ട് അമ്മ ഒന്ന് ഇട്ട് നോക്കിയത് എങ്ങനെയുണ്ട്. പിന്നെ ആ വൈറ്റ് ക്രോപ്പ് ടോപ്പും സ്കേർട്ടും കൂടെ ഇടുന്ന ഇപ്പോൾ വരും. അതാ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത്. അമ്മയ്ക്കും അതാ ഇഷ്ടപ്പെട്ടത്. പക്ഷെ ഞങ്ങളിതൊന്നും മേടിച്ചില്ല കേട്ടോ. പിന്നെ അവിടെ വരെ ചെന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രയൽ ചെയ്ത് ഇട്ട് നോക്കാന്ന് ഓർത്ത് അങ്ങനെ അങ്ങ് ഇട്ടതാ. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യണേ. ഇനി നമ്മൾ കാണുന്നത് നമ്മൾ ബില്ലടിക്കാൻ പോകുമ്പോൾ കാണുന്ന സ്ക്രഞ്ചീസും
തലയിൽ കുത്തുന്ന സ്ലൈഡും സോക്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കുറച്ച് ഫേസ് മാസ്കും അതൊക്കെ തന്നെയാണ്. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞു. നമ്മൾ കൂടുതലൊന്നും അങ്ങനെ പർച്ചേസ് ചെയ്തില്ല. കമ്മൽ മേടിച്ചു, ഞങ്ങൾക്ക് കൊച്ചിന് ബ്രേസ്ലെറ്റ് മേടിച്ചു, അനിയൻ്റെ 2 ടീഷർട്ടൊക്കെ മേടിച്ചു, വീട്ടിലിടുന്ന ഒരു ഷോർട്സ് ഒക്കെ മേടിച്ചു, പിന്നെ എൻ്റെ ഹസ്ബൻഡിനൊരു ടീഷർട്ട് മേടിച്ചു. അത്രയൊക്കെ നമ്മൾ മേടിച്ചിട്ടുള്ളൂ. പിന്നെ ഇനിയും നമ്മൾ പർച്ചേസിങ് വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, സജഷൻസ് ഒക്കെ പറയുക. ഇത് ഞങ്ങളുടെ ആദ്യത്തെ വ്ളോഗാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ടും പിന്തുണയും ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഉണ്ടാവുകയാണെങ്കിൽ ഇനി ഇതേപോലെയുള്ള നല്ല നല്ല വ്ളോഗ്സ് ആയിട്ട് ഞങ്ങൾ ഇറങ്ങുന്നതായിരിക്കും. നിങ്ങൾ തരുന്ന പ്രചോദനമായിരിക്കും ഞങ്ങൾക്ക് മുന്നോട്ടുള്ള വ്ളോഗ്സ് ചെയ്യാനുള്ള ഒരു എനർജി. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല എന്താണേലും അഭിപ്രായങ്ങൾ പറയുക. ഓക്കെ, താങ്ക് യു.